വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് ഞാൻ വളരെ ഗൗരവമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ രംഗത്ത് അതായത് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് പലരും ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പല ആൾക്കാരുടെയും പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എന്താ പറയുക, ഒരു വല്ലാത്ത നിസ്സഹാവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും മറ്റും. ഈ ട്രേഡിങ്ങിൻ്റെ ഒരു ഇതിനെ പറ്റിയിട്ട്, അതായത് ബൈനറിക്കകത്തെ പല ചതികളെ പറ്റി പലരും പല ചതിയിൽ എന്താ പറയുക അകപ്പെട്ടതിനുള്ള കാരണം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെ അകപ്പെട്ടു, അത് എന്താണ് കാരണമെന്ന് പലരും എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്കതിനകത്ത് ആൻസർ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്നിനെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നമ്മുടെ ചാനലിൽ മാന്യമായ രീതിയിൽ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. കാലത്ത് കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട്, വൈകുന്നേരം കൊടുക്കുന്നുണ്ട്, ടൈമിൽ രാത്രിയിലും കൊടുക്കുന്നുണ്ട്. വൈകുന്നേരത്തെ എന്തെങ്കിലും പ്രശ്നം മൂലം എനിക്ക് ടൈമില്ലാതായി കഴിഞ്ഞാൽ ഞാൻ പക്കയായിട്ട് അത് എന്താ പറയുക 9 മണിക്ക് ഞാൻ സിഗ്നൽ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന സിഗ്നലിൽ നിന്ന് ഞാൻ യാതൊരു പ്രതിഫലം പറ്റാതാണ് ഞാൻ സിഗ്നൽ കൊടുക്കുന്നത്. എൻ്റെ പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിൽ കൂടെ അത്യാവശ്യം കുറഞ്ഞ ആൾക്കാരുള്ളെങ്കിൽ കൂടെ അവർക്ക് അത്യാവശ്യം വേണ്ട സിഗ്നൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു MTG എടുത്തു കഴിഞ്ഞാൽ അത് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പൽസറി ആയിട്ടും അവരെ പ്രോഫിറ്റിൻ്റെ, അതായത് ആ ലോസ് ആയത് തിരിച്ച് എടുത്ത് അവരെ സന്തോഷപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ സെഷൻ ക്ലോസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ട്രാപ്പിൽ പോയി പെട്ടിട്ട് അവരുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, ഈ കൂട് വിട്ട് കൂട് മാറി എന്ന് പറയുന്ന പോലെ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. അതായത് ഈ ബൈനറിക്കകത്തെ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും ഈ സിഗ്നൽ കാത്തിരിക്കുന്ന ആൾക്കാരും. അപ്പോൾ ഈ സിഗ്നൽ കാത്തിരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? സിഗ്നൽ കാത്തിരിക്കുന്ന ആൾക്കാർ പല യൂട്യൂബിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി സെർച്ച് ചെയ്ത് അവർ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ചാനലിനെ കണ്ടെത്തും. ആ ട്രേഡിംഗ് ചാനലിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരാദ്യം പറയുന്നത് എന്തുവാ, നിങ്ങൾക്ക് എൻ്റെ ട്രേഡിംഗ് ചാനലിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് VIP ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ആ ഒരു ID ക്രിയേറ്റ് ചെയ്യണം. അതിൽ മിനിമം $50 അല്ലെങ്കിൽ $100 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ നിങ്ങളെ അവർ VIPയിലേക്ക് ആഡ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഞാനും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേലും എൻ്റെ, അതായത് പബ്ലിക് ഗ്രൂപ്പിലും എനിക്കിപ്പോൾ ഓൾറെഡി പബ്ലിക് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. എൻ്റെ, അതായത് പ്രോഗ്രസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പായ എൻ്റെ ഗ്രൂപ്പിൽ ആകപ്പാടുള്ളത് ഒരു പബ്ലിക് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ VIP ഗ്രൂപ്പും പിന്നെ സൂപ്പർ VIP ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ വർക്ക്ഷോപ്പിലാണ്. അതായത് അതെല്ലാം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളുടെ എന്താ പറയുക, ചാനലിൽ വന്നേക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവും മറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയറായി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ VIP പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പലതും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മൾ സംസാരിച്ച് വരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു ഇതിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒരു ബിഗിനേഴ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ആ ഒരു ട്രാപ്പിൽ പോയി പെടുന്നു എന്നുള്ളത്, അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഇന്നലെയും മിനിങ്ങാന്നും 3-4 ദിവസം കൊണ്ടുള്ള ഒരു ചർച്ചയാണ്. എനിക്ക് പല ഫോൺ കോൾസ് വരുന്നുണ്ട്. അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയും വിദ്യാഭ്യാസമുള്ളവരെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും ഞാൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തരം താഴ്ത്തുമല്ല. ഞാനും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്. ഓക്കെ, എൻ്റെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ട്രേഡിംഗ് ആണ്. ഞാൻ അത് പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാനിത് വെട്ടിത്തുറന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല അഫിലിയേറ്റ് ലിങ്കിലും പല യൂട്യൂബ് ചാനലിൽ നിന്നും സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാമെന്നും പറഞ്ഞു പലരുടെ റെഫറൽ ലിങ്ക് കയറി ചാനൽ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഗ്രൂപ്പിൽ എത്തിയതിന് ശേഷം അവ കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അവരുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്നു എന്നുള്ളതാണ് മെയിൻ ഒരു കാരണം. ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്നു എന്നാണ് മെയിൻ കാരണം. ഓക്കെ, ഈ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്ന എന്താണ്? ഈ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആക്കുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയിട്ട്
മനഃപൂർവ്വം നിങ്ങളുടെ പൈസ നേരിട്ട് വാങ്ങാൻ പറ്റാത്തത് കാരണം ഒരു വളഞ്ഞ ബുദ്ധിയിൽ കൂടെ, ഒരു വളഞ്ഞ മൂക്കിൽ പിടിച്ച് എന്തു പറയുക, നേരെ സാധിക്കാൻ പറ്റാത്ത കാരണം വളഞ്ഞ് സാധിക്കുകയാണ്. അത് ദയവ് ചെയ്ത് എൻ്റെ പുതിയ സുഹൃത്തുക്കളായാലും പഴയ സുഹൃത്തുക്കളായാലും ഇനി വരാൻ പോകുന്ന സുഹൃത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ നിരന്തരം ലോസിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ആ ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സുകൊണ്ട് ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ ഒരു ട്രാപ്പിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ഈ ട്രാപ്പിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കാരണം തന്നെയാണ്. അതായത് നേരിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റാത്തതിന് വളഞ്ഞ് പിടിച്ച് മേടിക്കുകയാണ് പൈസ. അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർ, ഇപ്പം ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ഒരേപോലെ തന്നെ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു യൂട്യൂബറിൻ്റെ കീഴിലുള്ള ഒരു ചാനലിൽ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ പുറകെ കയറി നിങ്ങൾ സിഗ്നലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അവരെ റെഫറൽ ലിങ്ക് കയറിയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് എടുത്തു. അതിൽ നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവരുടെ ട്രേഡിംഗ് സിഗ്നൽ മുൻപോട്ട് പോയിരുന്നു. നിങ്ങൾ കൂടി വന്ന ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, നിങ്ങൾക്ക് 2 കൂടുതൽ ആഴ്ച നിങ്ങൾക്ക് കണ്ടിന്യൂ സിഗ്നൽ കിട്ടുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 കൂടുതൽ സിഗ്നൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ലോസിലേക്കല്ല പോകുന്നത്. നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ. കാരണം തുറന്നു പറയുന്നതെന്ന് വെച്ചാൽ, ഈ തുറന്നു പറഞ്ഞ പല ആൾക്കാരുടെ അനുഭവം പല ആൾക്കാരും എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇറക്കാനും കാരണം അതുകൊണ്ടാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ വളഞ്ഞ് ഡയറക്റ്റ് പൈസ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് വളഞ്ഞ് പൈസ മേടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകാതെ, വളഞ്ഞും മേടിക്കാതെ നേരെ മേടിക്കാത്ത ഉള്ള ആൾക്കാരുടെ കൂടെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാന്യമായിട്ട് ഏൺ ചെയ്തൂടെ? നിങ്ങൾക്ക് അങ്ങനെ ഏൺ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? അതായത് ഈ ബൈനറിക്കകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് നിങ്ങൾ മുൻപോട്ട് പോകും. നിങ്ങൾക്ക് ഡെയിലി $10 പ്രോഫിറ്റ് ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും, എൻ്റെ സിഗ്നൽ കാരണം. അതായത് ഡെയിലി 2 നേരം ഞാൻ അധികം എമൗണ്ട് പറയുന്നില്ല, 2 നേരം അല്ലെങ്കിൽ 3 നേരം $10 മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുക. $10 മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് 100, 1000, 10,000 ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ഞാൻ പറയുന്നത് ഡോളേഴ്സാണ്, ഓക്കെ. ആ $10 മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് സിഗ്നൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. എൻ്റെ റെഫറൽ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മിനിമം നിങ്ങൾക്ക് ആവുന്ന തുക നിങ്ങൾ നിക്ഷേപിച്ചിട്ട് എനിക്ക് ട്രേഡ് ഐ ഡി സെൻഡ് ചെയ്തതാണ്. നമ്മുടെ SVIPയും നമ്മൾ VIP നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. VIPക്കകത്ത് നമ്മൾ ഡെയിലി സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അല്ലാത്ത ഗ്രൂപ്പുകളിലും സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ കൂടാതെ നമ്മൾ പെയ്ഡായിട്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇത്തിരി സാമ്പത്തികത്തിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവർക്കും, ഇത്തിരി സാമ്പത്തികത്തിന് കൂടുതൽ ആവശ്യമുള്ളവർക്കും, ഇത്തിരി സാമ്പത്തികം മുടക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണത്. സാധാരണക്കാർക്ക് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ അത്രയും തുക എടുക്കാനുണ്ടാവത്തില്ല. ചിലപ്പം സാമ്പത്തികം ഉള്ളവർക്കാകുമ്പോഴത്തേക്കും അവർക്ക് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പെയ്ഡായിട്ടുള്ള സിഗ്നൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ നമ്മളൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ചെറുപ്പം ഇല്ലാതെ ഉള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സാമ്പത്തികം ഉള്ളവരും ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ, സാമ്പത്തികം ഇല്ലാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പം ആ ഒരു സാമ്പത്തികത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി നമുക്ക് നീക്കാൻ നമുക്ക് ഇങ്ങനൊരു രീതി കൊണ്ട് നമുക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട, ഇപ്പം നമ്മൾ ട്രേഡിംഗ് കോഴ്സും പഠിപ്പിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഏണിങ്സ് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് എനിക്ക്, ഓക്കെ. അല്ലാതെ എനിക്കിപ്പോൾ ചാനലിൽ കൂടെ എനിക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിൽ കയറി ആരും കുറവാണല്ലോ രജിസ്റ്റർ ചെയ്തേക്കുന്നത്, എന്നാൽ അത്യാവശ്യം വേണ്ട മെമ്പേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ പറഞ്ഞ്, നമ്മൾ ഒരു മരത്തിന് തന്നെ ആയാലും പല പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ചു കൊടുത്താലേ, ചവിട്ടി കടയ്ക്ക് ഒഴിച്ചു കൊടുത്താലേ കുറേ കഴിയുമ്പോഴത്തേക്കും ആ മരം ഇലയൊക്കെ ഒന്ന് പിടിച്ച് പൊട്ടി തളർത്ത് വരുത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് സംഭവം?
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു പ്രക്രിയ പോലെയാണ്. അത് ലോസ് എം ടി അത് ലാസ്റ്റ് ഘട്ടത്തിൽ അത് ട്രേഡ് അത് പോയല്ലോ. എം ടി എച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ. ഓക്കെ, അപ്പം ആ ഒരു മരത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ച. ഓരോന്നിൻ്റെയും വളർച്ച അത് തന്നെയാണ്. നമ്മളുടെ ഓരോന്നിൻ്റെയും വളർച്ച അതാണ്. അപ്പോൾ ഒരു ചാനലായാലും, ഒരു യൂട്യൂബ് ചാനലായാലും, ഒരു എന്താ പറയുക, ഒരു ടെലിഗ്രാം ചാനലായാലും, എന്തുമായാലും എല്ലാം വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓരോ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ രീതിയിലേ അത് വളർന്ന് മുന്നിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഞാനത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇറക്കിയെന്ന് വെച്ചാൽ, അതായത് 3-4 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് 2-3 പേര് എന്നോട് വിളിച്ച് കരഞ്ഞ് എന്നോട്, ചേട്ടാ ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഇത്ര ഒരു തുക ഡോളേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ഇന്ന് പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ ട്രേഡ് വിന്നായി. യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ നമ്മളെ കൂടെ ചാനലിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് എല്ലാം ചെയ്തിട്ടും ലാസ്റ്റ് അതിൽ നിന്നും നമുക്ക് അക്കൗണ്ട് വല്ല വാഷ് ഔട്ടായി ചേട്ടാ, അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പൂർവ്വം എന്താ പറയുക, കരയുന്ന രീതിയിലൊരു സംസാരം ഉണ്ടായി. അതും അതിനകത്ത് ഒരു ലേഡി അടക്കം വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അത് സത്യം പറഞ്ഞാൽ എനിക്കത് ഒരു മാനസികമായിട്ട് എനിക്കൊരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ ഞാൻ ഈ വീഡിയോ ഇറക്കുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വളഞ്ഞ വഴിയിൽ കൂടെ നിങ്ങളെ പൈസ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കും മാക്സിമം. പ്രത്യേകിച്ച് ബൈനറിയാണ്. ഒന്നാമത് ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ് തട്ടിപ്പ് ചെയ്തിട്ട് നമുക്ക് ആരോട് പോയി ചെന്ന് ചോദിക്കാൻ പറ്റും? എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ഓൺലൈൻ തട്ടിപ്പിൽ നിങ്ങൾ എവിടെ പോയി കേസ് കൊടുക്കും? സൈബർ കേസ് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിൽ കൂടെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അതിന് യാതൊരു തെളിവും കാര്യങ്ങളും ഇല്ല. സോ അപ്പം മനഃപൂർവ്വം നമ്മൾ ഒരു ട്രാപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുവെച്ചാൽ നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഒഴിവായി മാറിയിട്ട്, ഞാനെപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായിട്ട് ലേണിംഗ് ചെയ്തിട്ട് നിങ്ങൾ ഏണിങ് ചെയ്യും. നിങ്ങൾ ലേണിംഗ് ചെയ്ത് നോക്കൂ. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ കൈയെടുത്ത് നമ്മുടെ തലയുടെ വീട്ടിൽ വെച്ചാൽ പോരെ? മറ്റുള്ളവരുടെയും കൈയെടുത്ത് തലയുടെ ഞാൻ പോണ 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിങ് മുമ്പോട്ട് കൊണ്ടുപോകും, മറ്റുള്ളവരുടെ സിഗ്നലിൻ്റെ പിന്നിൽ പോകാതെ. ഇപ്പോൾ തന്നെ എൻ്റെ ഈ സിഗ്നൽ ചാനൽ തുടങ്ങിയിട്ട് ശേഷം 2-3 മന്ത്സായി. ആ 2-3 മന്ത് സ്റ്റാർട്ടിങ് മുതലുള്ള ആൾക്കാർ എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട്. അതായത് അലമ്പും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ അച്ചടക്കത്തോടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉൽപ്പാദിപ്പിച്ച്, ഞാനിങ്ങനെ പറയുന്നത്, പ്രോഫിറ്റ് ഉൽപ്പാദിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മാന്യമായിട്ട് ഡിസിപ്ലിനും മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്ത് പോകുന്നത്. അതായത് അത്യാവശ്യം വേണ്ട മാർജിൻ ആൻഡ് സേഫ്റ്റിയും അത്യാവശ്യം മണി മാനേജ്മെൻറ്റും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെന്നെ വിളിച്ച് ചോദിച്ചിട്ട് പോലും ട്രേഡ് എടുക്കുന്നത്. എൻ്റെ സിഗ്നൽ കൊണ്ട് മാത്രം $10, $40, $50 ഡെയിലി അവർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ $50, $30, എങ്ങനെ പോയാലും $10, $15, ചില ദിവസം $100 വരെ അവർ ഏൺ ചെയ്യുന്നുണ്ട് നമ്മുടെ സിഗ്നൽ. സം ടൈം സിഗ്നൽ കുറച്ച് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകും. അത് മനുഷ്യൻ്റെ കാര്യമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കും. ചിലപ്പോൾ ഒരു ദിവസം ലോസ് ആയിരിക്കും, ചിലപ്പോൾ 2 ലോസ്, MTG ചിലപ്പോൾ ലോസ് ആയിരിക്കും. അതൊക്കെ എല്ലാവർക്കും ഉള്ളത്. അത് എല്ലാ ട്രേഡറിനെയും ഉള്ളത്. ഒരു ട്രേഡറിൻ്റെ മാത്രമല്ല, എല്ലാ ട്രേഡർക്കും ലോസ് ഉണ്ടാകും. എന്നാൽ നമ്മളെന്താ ട്രേഡ് കൊടുക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അതായത് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും യൂട്യൂബർമാരെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നവർ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവത്തോർത്ത് നമ്മൾ സങ്കടപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കഷ്ടമാണ്. ഈ സാധാരണപ്പെട്ട ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പൈസ നമ്മൾ ദൈവത്തെ ഓർത്ത് കളയരുത്. അവരുടെ പൈസ മേടിച്ച് അഫിലിയേറ്റ് ലിങ്കിൽ കൂടെ നമുക്ക് എന്തിനാണ് നമുക്ക് സമ്പാദിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട ആവശ്യം? അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് ആ അഫിലിയേറ്റ് ലിങ്കിൽ നിന്ന് കാശ് കൊണ്ട് നമുക്ക് ട്രേഡിംഗ് അറിയാമെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ചെയ്ത് പൈസ ഉണ്ടായിക്കൂടെ? നമുക്ക് ട്രേഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ചെയ്ത് പൈസ ഉണ്ടായിക്കൂടെ? എന്തിനാണ് പാവം പിടിച്ച ആൾക്കാരുടെ പൈസ നമ്മൾ കളയുന്നത്? അത് നമ്മൾ ശരിക്കും അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത്. അത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള യൂട്യൂബ് ചാനൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തോർത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾ സാധാരണക്കാരായ ആൾക്കാരെ പറ്റിക്കാതെ ജീവിക്കാൻ നോക്കുക നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കാതെ, സ്വന്തമായിട്ട് അവനവന് ട്രേഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ അവനവൻ ട്രേഡിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ സമ്പാദിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നേർവഴി.
അതിനുപരി യൂട്യൂബിൽ കൂടെ ചാനലിൽ കൂടെ വരുമാനം കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, അതും നിങ്ങൾക്ക് ഉപയോഗിച്ച് നല്ലൊരു വരുമാനം ഉണ്ടാക്കുമല്ലോ. എന്തിനാണ് സാധാരണക്കാരുടെ പൈസ കളയുന്നത്? അതൊരിക്കലും അതൊരു നേരായ വഴിയല്ല. ഞാനതിന് എന്താ പറയുക, അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും സംസാരിക്കത്തില്ല. അതിന് അനുയോജ്യമായ ഒരു വീഡിയോ ഞാൻ ഇനി ഇറക്കത്തുമില്ല. ഞാൻ പോണ വീഡിയോയിലും അതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അഫിലിയേറ്റ് ലിങ്കിൽ നിന്നും ഒരു രീതിയിലുള്ള വരുമാനം എനിക്ക് വേണ്ട. ഇന്നലെ മിനിങ്ങാന്നും നാളൊക്കെ പല രീതിയിൽ പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് ചേട്ടന് ഒരു പ്രോഫിറ്റും ഇല്ലാതെ ചേട്ടൻ എന്താണ് ഇങ്ങനെ സിഗ്നൽ, ഒരു മാന്യമായ രീതിയിൽ ചേട്ടൻ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ ചേട്ടൻ്റെ അഫിലിയേറ്റ് ലിങ്കും കുറവാണല്ലോ. സത്യമാണ്. എനിക്ക് അഫിലിയേറ്റ് ലിങ്ക് കുറവാണ്. എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് വന്നേക്കുന്ന ഏകദേശം 10, 20, 25 പേരേ ഉള്ളൂ. എന്നാൽ എൻ്റെ അഫിലിയേറ്റ് ലിങ്കിലുള്ള ഒരു വ്യക്തിയുടെ പൈസ ലോസിങ്ങും പോയിട്ടില്ല. അഥവാ ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോസിൻ്റെ ഇന്ന് ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരുടെ ലോസായ ഫണ്ട് പ്രോഫിറ്റിൽ ഇല്ലെങ്കിൽ കൂടെ ആ ലോസായ ഫണ്ട് അവരുടെ അക്കൗണ്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ട്രേഡിംഗ് ക്ലോസ് ചെയ്യാറുള്ളൂ. അത്രയെങ്കിലും മറ്റുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നവർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അതുപോലെ പലരും വിശ്വാസത്തിൽ എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇറക്കുന്നത്. കാരണം എനിക്കാരും പേടിച്ചിട്ടില്ല, എനിക്കാരും പേടിയില്ല. ഞാൻ തുറന്ന് പറഞ്ഞു, എനിക്ക് ആരുടെയും ഭീഷണിയും വരുത്തില്ല. എനിക്ക് ഭീഷണി വന്നാൽ എനിക്കൊരു കുന്തമില്ല. ഓക്കെ, ഞാൻ തുറന്ന് പറയാനുള്ള യൂട്യൂബല്ല, ഇനി എവിടെ ആയാലും ഞാൻ പറയും. കാരണം ഞാൻ ബൈനറി ചെയ്തിട്ടാണ് അല്ലാതെ ഞാൻ ബൈനറി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അഫിലിയേറ്റ് ലിങ്കിൽ നിന്നുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലേ ഞാൻ അരി മേടിക്കുന്നത്. അഫിലിയേറ്റ് ലിങ്കിൽ കൂടെയുള്ള അരി മേടിക്കാനുള്ള അതിനുള്ള മാർഗ്ഗം ആ വഴി എനിക്ക് വേണ്ടതാനും. ഞാൻ മാന്യമായിട്ട് എനിക്ക് അധ്വാനിച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ട്രേഡിങ്ങിൽ നിന്നുള്ള വരുമാനം മാത്രം മതി. ഓക്കെ, അപ്പം ഇങ്ങനൊരു കാര്യം ഞാൻ ഇപ്പോൾ ഇത്രയും തുറന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ സമാധാനമായി. പിന്നെ അത്യാവശ്യം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തുറന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ട ട്രേഡിങ്ങും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാം. പുതിയ പ്രേക്ഷകർക്കും എന്ത് വേണം, അല്ലെങ്കിൽ പഴയ പ്രേക്ഷകർക്കും എന്ത് വേണം നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. എങ്ങനെയാണ് ബൈനറി ട്രേഡിംഗ് കൂടി എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഒരിക്കലും ഒരാളുടെ സിഗ്നലിൻ്റെ ഇപ്പോൾ പിറകെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവനോ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ട്രേഡിംഗ് എടുത്താൽ മാത്രം അത് എപ്പോഴും എന്താ പറയുക സ്ഥിരമായിട്ട് നിലനിൽക്കും. ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നവർ ഒരിക്കലും ഒരു ലാഭമില്ലാതെ ഒരു സിഗ്നൽ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും സിഗ്നൽ എഴുതുന്നവർ ആരും വെറുതെ സിഗ്നൽ എഴുതില്ല. അവർ നിങ്ങളിൽ നിന്ന് വേറെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടാണ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കുന്നത്. സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നവർ നിങ്ങളിൽ നിന്ന് വേറെ ഒരു ഡേറ്റ, അതായത് നിങ്ങളിൽ നിന്ന് വേറെ ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് പണമാണ്. നിങ്ങളുടെ ഡേറ്റയാണ് അവരുടെ അഫിലിയേറ്റ് ലിങ്കിൽ കൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഡേറ്റയാണ് അവരെ നിങ്ങളുടെ ലോസിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആ വക കാര്യങ്ങൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ദിനവും തരാം മാന്യമായിട്ട് വേണ്ട എന്താ പറയുക സിഗ്നൽ. എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ VIP ജോയിൻ ചെയ്താൽ എൻ്റെ VIP ഞാൻ സെപ്പറേറ്റ് ആയിരിക്കും സിഗ്നൽ കൊടുക്കുന്നത്. നിങ്ങൾ വന്ന് കയറി നോക്കൂ. നിങ്ങൾ എൻ്റെ VIP വേണ്ട, എൻ്റെ പബ്ലിക് ഗ്രൂപ്പിൽ വന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾ ഒരു 10 ദിവസം ഇരുന്ന് നോക്ക്. 10 ദിവസം നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കൂ. സിഗ്നലിൻ്റെ ലോസ് ഉണ്ടാവത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ലോസ് ഉണ്ടാവും. പക്ഷേ ചാനലിൻ്റെ ക്വാളിറ്റിയും എൻ്റെ സിഗ്നൽസും എങ്ങനെയൊന്നും ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ എന്താ പറയുക ടൈപ്പ് ചെയ്ത് സിഗ്നൽ വിട്ടാണ് ഞാൻ ലൈവ് സ്ട്രീമാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ലൈവ് സ്ട്രീം ചെയ്തിരുന്നു. ലൈവ് സ്ട്രീം ചെയ്തപ്പോഴത്തേക്കും എന്താണെന്നറിയാമോ, ലൈവ് സ്ട്രീം ചെയ്തപ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്പർ നോട്ടിഫൈ ചെയ്യുക, നോട്ടീസ് ചെയ്യുക, അങ്ങനെ പല നോട്ട് ചെയ്തതല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായി സംഭവം. അപ്പോൾ അതങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ കാരണമാണ് ഞാൻ ആ ഒരു ടോപ്പിക്ക് വേണ്ടാന്ന് ഞാൻ കരുതിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താ പറയുക മനസ്സിൽ നിന്ന് കളയാതെ മുമ്പോട്ട് കൊണ്ടുപോകുക. ദയവേത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് പൊയ്ക്കോളൂ, ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോളൂ. അതായത് അഫിലിയേറ്റ് ലിങ്കല്ല നമ്മൾ ട്രേഡേഴ്സിനെ അരിമാർഗമെന്ന് ഓർക്കുക. എൻ്റെ അരിമാർഗം അഫിലിയേറ്റ് ലിങ്കല്ല, ഞാൻ ട്രേഡിങ് ചെയ്തിട്ടാണ്.
ഞാൻ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ലോസ് ഉണ്ടാകും, എനിക്ക് വിന്നുണ്ടാകും. ഇപ്പോൾ തന്നെ എനിക്കിപ്പോൾ 2-3 ട്രേഡ് ലോസ് ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അത് മാർക്കറ്റ് മാറ്റി ഞാൻ ഇട്ടേക്കുവാണ്. ഒത്തിരി ട്രേഡ് എനിക്ക് ലോസ് ഉണ്ടാകുന്നുണ്ട്. എല്ലാ ട്രേഡേഴ്സിൻ്റെയും പിന്നിൽ രഹസ്യം എന്ന് വെച്ചാൽ ലോസാണ്. ഇപ്പോൾ വേണ്ടത് ഞാൻ പ്രീവിയസ് ഒരു 10-15-20 സെക്കൻഡ് മുമ്പ് എനിക്ക് എന്തുമാത്രം പൈസ ലോസ് ഉണ്ടായി സംഭവം. ഞാൻ അടുത്ത അസറ്റിലേക്ക് എടുത്ത് മാറ്റി സംഭവം അത്. അപ്പോൾ ആ ലോസ് നിങ്ങൾ വേഗം ചാർട്ട് മാറ്റി അല്ലെങ്കിൽ ചാർട്ട് മാറ്റി എഡിറ്റ് ചെയ്തില്ല. ഞാൻ പ്രീവിയസ് ചാർട്ടിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി 2 സിസ്റ്റത്തിലാണ് 2 കമ്പ്യൂട്ടറിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 2 അക്കൗണ്ടാണ് ഇത്. ഓക്കെ, സോറി, ഓരോ അക്കൗണ്ടും 2 സിസ്റ്റമാണ്. അപ്പം ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുക. നമുക്ക് ഡെയിലി നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പെയ്ഡ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പെയ്ഡ് കോഴ്സ് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ്ങിലാണ്. അത്യാവശ്യം വേണ്ട സ്റ്റുഡൻസ് ഉണ്ട്, അത്യാവശ്യം വേണ്ട രീതി അവർ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് അതിനുള്ള അറിവ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെയുള്ള അറിവുകൾ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ചാനലിൻ്റെ ഉണ്ട്, വാട്സപ്പിൻ്റെ ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളതിൽ കയറിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. ഞാൻ നിങ്ങളെ ഞാനഥവാ കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ടൈം സോണിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പഠിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ബൈനറി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഹെവി റിസ്ക് ആണ്. നമുക്ക് തിരിച്ചു വരുന്ന പ്രോഫിറ്റിനെ വെച്ചുകൊണ്ട് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹെവി റിസ്ക് ആണ് ചെയ്യുന്നത്. അതായത് 90% നമുക്ക് തിരിച്ചു തരുന്നതാണ് ക്യോടെക്സിനകത്തും മറ്റ് പോക്കറ്റ് ഓപ്ഷൻ്റെതിനകത്തൊക്കെ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടിന് അത്ര റിസ്ക് ഇട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കുക. റിസ്ക് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത് നമുക്ക് അതിനുള്ള നോളജ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനിയും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ലേണിംഗ് ചെയ്യുക, ആഫ്റ്റർ ഏണിംഗ് ചെയ്യുക. ലേണിംഗ് കൂടെ നമുക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ദയവേത് നിങ്ങൾ ആ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക. അതായത് അഫിലിയേറ്റ് ലിങ്കും മറ്റുള്ള യൂട്യൂബർമാരുടെ പിന്നിലുള്ള നിങ്ങളെ MTG മറ്റേത് അതടിപ്പിച്ച് നിങ്ങളെ ലോസാക്കിക്കത്തേ ഉള്ളൂ. എന്താ പറയുക, ഞാൻ ആരെയും പേര് പറയുന്നില്ല. എന്താണ് MTG അടിക്കേണ്ട? MTG അടിച്ചിട്ട് ലോസ് ആകുകയാണെന്നുണ്ടെങ്കിൽ MTG വേണം. ഞാനും MTG ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ MTG ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിലെത്തിച്ചിട്ടേ ഞാൻ തിരിഞ്ഞ് മടങ്ങത്തുള്ളൂ. അല്ലാതെ MTG അടിച്ചിട്ട് അത് ലോസായി കഴിയുമ്പോൾ സെഷൻ ക്ലോസ് എന്നും പറഞ്ഞിട്ട് നാളെ കാണാമെന്നും പറഞ്ഞ് മൂട്ടിലെ പൊടിയും തട്ടിയിട്ട് പോകുന്ന സ്വഭാവമല്ല ഞാൻ ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ലൈവ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെയായിട്ട് ബന്ധപ്പെടുക. ഞാൻ അതിൻ്റെ ഫീസും മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ്. താല്പര്യമുള്ളത് ജോയിൻ ചെയ്യുക. ഈ മാസം പകുതി ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് ബാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ലോട്ട്സൊക്കെ അവൈലബിൾ ആണ്. താല്പര്യക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിൻ്റേതായിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ആയിട്ടുള്ള കോഴ്സ് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും നടത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് പെയ്ഡ് ആയിട്ടുള്ളവർക്കും അത്യാവശ്യം പഠിക്കാവുന്ന രീതി അതും ചെയ്യുന്നതാണ്. നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ വീഡിയോ റെക്കോർഡിങ് ഞാൻ തുടങ്ങിയിട്ടില്ല. ക്രാഷ് കോഴ്സിൻ്റെ റെക്കോർഡിംഗ് വീഡിയോ സ്റ്റുഡൻസിനെ മറ്റുള്ളവരെ വെച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് ഞാൻ യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെയ്ഡായിട്ടുള്ളവർക്ക് പെയ്ഡായിട്ടുള്ള പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്കും അതിനോട് ആഗ്രഹമുള്ളവരും പഠിക്കണ്ടേ, അതിനാഗ്രഹമുള്ളവർക്കും പഠിക്കാനുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ അത് ഇറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളത് എന്നെ വേണ്ട രീതിയിൽ എല്ലാ രീതിയിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള വീഡിയോകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി പുറത്തേക്ക് ഇറക്കുക. പല വ്യത്യസ്തതകളും പലമായിട്ടുള്ള ട്രേഡിങ്ങിൻ്റെ പാറ്റേൺസും പല ചാർട്ടുകളും ഒത്തിരി അതായത് നിങ്ങൾക്ക് ബൈനറിക്കകത്ത് എന്തൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംസാരം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറയാതെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. പലരുടെ ഭാഗത്ത് നിങ്ങളും അങ്ങനെ ആണോ ചേട്ടാ എന്ന് ചോദിക്കുന്നു എന്നോട്. കാരണം എന്നോടൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചാൽ, നിങ്ങളും അങ്ങനെയാണോ? നിങ്ങളും അഫിലിയേറ്റ് ലിങ്കിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണോ? അതോ നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡറാണോ?
അപ്പോൾ അതെനിക്ക് ശരിക്കും മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ 3-4 പേരുടെ ആ ഒരു ബാച്ചിലുള്ള ആൾക്കാരാണ് ഒരു 6-7 പേരടങ്ങുന്ന ഒരു ബാച്ചിൽ നിന്ന് ഗ്രൂപ്പ് ട്രേഡ് ചെയ്തിട്ടാണ് അവർക്ക് അത്രയും ലോസ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ നിന്ന് സിഗ്നൽ പ്രൊവൈഡ് ചെയ്ത് അവരുടെ ലിങ്കിൽ കയറി പല രീതിയിൽ ചെയ്തേ. അതുകൊണ്ട് അയാൾ പൈസ ഉണ്ടാക്കി, യൂട്യൂബ് ചാനലുകാരൻ പൈസ ഉണ്ടാക്കി, സാധാരണക്കാർ പൈസ കളഞ്ഞു. വിശ്വസിച്ച ആൾക്കാർ മണ്ടന്മാരായി, വിശ്വസിപ്പിച്ച ആൾ എന്താ പറയുക, അയാൾ ബുദ്ധിമാനുമായി. അപ്പം നിങ്ങളും അങ്ങനെയാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും അത് ശരിക്കും ഞാനും അങ്ങനെ ഒരാളാണെന്ന് ഞാനും ചിലപ്പോൾ ചിന്തിച്ചു പോകും. സോ അത് കാരണം ഞാൻ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോ എടുത്തതും പിന്നെ ഞാനിത് അത്യാവശ്യം വേണ്ട ഒരു ട്രേഡിങ്ങിൻ്റെ കുറച്ച് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തതും നമ്മുടെ ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് അപ്പം അതെല്ലാം ഒന്ന് നമ്മൾ എന്താ പറയുക ഒരു വിഷ്വലായിട്ടുള്ള ടെസ്റ്റിങ്ങും മറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ചാനലിൻ്റെ ഈ ചാനലിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ചാനൽ എന്നല്ല, ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം അറിവുകൾ നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റിൽ കൂടെ പറയുക. അതുപോലെ എൻ്റെ വീഡിയോയുടെ അവതരണത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. കമൻറ്റ് ബോക്സിൽ പറയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് ടെലിഗ്രാം ചാനലിൽ കയറി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിനകത്ത് എനിക്ക് അതിൻ്റെ തീർച്ചയായിട്ടുള്ള അതിപ്പം നല്ല ചോദ്യമായാലും കെട്ട ചോദ്യമായാലും എന്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ ഇറക്കിക്കൊണ്ടിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മൾ, അതായത് കോഴ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പം എല്ലാവർക്കും നമസ്കാരം, നന്ദി.